ഒരുവനുള്ള ഭൗതിക നന്മകൾ ദൈവത്തിന് നൽകുന്നുവോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? സുവിശേഷ വേല എന്നാൽ ചെലവില്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട എന്തോ ആകുന്നു എന്നൊരു ധാരണ പൊതുവെ മനുഷ്യർക്കൊക്കെയുണ്ട്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് നിങ്ങളുടെ ഭൗതികമായ വകകൾ നിങ്ങൾ നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവർക്കത് കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. സമ്മർദ്ദം ചെലുത്തി വാങ്ങുവാൻ ഈ വാക്യം ഉപയോഗിക്കരുത് കേട്ടോ. ഇത് കൊടുക്കുന്നവനോടുള്ള കൽപ്പനയാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ആത്മീയ വർധന ഒന്നും ചെയ്യാതെ അവരിൽ നിന്നും ഭൗതികമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. സത്യസന്ധമായി ദൈവവചനം പഠിച്ച് നിസ്വാർത്ഥമായി പഠിപ്പിക്കുന്നവരെ സഹായിക്കുവാൻ എപ്പോഴും നമുക്ക് താല്പര്യമായിരിക്കുമില്ലേ? ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ അങ്ങനെയുള്ളവർക്ക് സന്ദേഹം ഉണ്ടാകില്ലല്ലോ. ക്രിസ്തീയ വേലയ്ക്ക് കൊടുത്തിട്ട് കണക്ക് ചോദിക്കരുത് എന്നൊരു ചിന്ത നിലനിൽക്കുന്നതിനാൽ അനേകരും വാങ്ങുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ചെലവഴിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ല. കൊടുക്കുന്നവരും വാങ്ങുന്നവരും ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കണം എന്ന കാര്യം മറക്കരുത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ പ്രാവർത്തികമായിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ പ്രായോഗികമായിട്ടാണ് പൗലോസ് ഇത് പഠിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നാം പഠിച്ചിരുന്നുവല്ലോ. ഇന്ന് 6-ാം വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം. 6-ാം വാക്യം: വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വിട്ടുവീഴ്ചയില്ലാത്തതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്നത്ര ഇത്. പൗലോസ് വാസ്തവത്തിൽ ഇത് നേരെ കൊണ്ടുവരികയാണ്. ഓഹരി കൊടുക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൽ നിന്നാണ് കൂട്ടായ്മ എന്നുള്ള പ്രയോഗം നമുക്കുള്ളത്. ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് ഈ കാര്യം നേരെ വിട്ടുവീഴ്ചയില്ലാതെ അങ്ങ് പറയുകയാണ്. അതായത് നിങ്ങളുടെ സുവിശേഷകന്, സഭാ ശുശ്രൂഷകന് ന്യായമായ ശമ്പളം കൊടുക്കണമെന്ന്. ആരെങ്കിലും താങ്കളുടെ ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധാലുവായി എന്നാൽ അദ്ദേഹത്തെ താങ്കളുടെ ഭൗതിക അനുഗ്രഹങ്ങളാൽ സഹായിക്കേണ്ടതുണ്ട് എന്ന്. എന്നാൽ ഇന്ന് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യുന്നതെന്തോ ആയിരിക്കണമെന്നത്ര അനേകരും ചിന്തിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങിയാൽ വെറുതെ ഇറങ്ങിപ്പോരുമോ? നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഒന്നും കൊടുക്കാതെ പോരുമോ? കണ്ടതിന് ശേഷം കൊടുത്തില്ല എങ്കിൽ കാണുന്നതിന് മുൻപാകും കൊടുക്കുന്നതില്ലേ? ഒരു ഉപദേശം തേടി ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതെ പോരുമോ? അവിടെ എത്ര കൊടുത്താലും ആർക്കും അതേക്കുറിച്ച് ഒരു പരാതിയുമില്ല. എന്നാൽ ദൈവവചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പൗലോസ് പറയുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ദൈവവചനം പഠിപ്പിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. ആ വേഷം കെട്ടി കബളിപ്പിക്കുവാൻ നടക്കുന്നവർക്ക് കൊടുക്കേണ്ടതില്ല. സുവിശേഷകർക്കും സഭാ ശുശ്രൂഷകർക്കും നാം പണം നൽകുമ്പോൾ വളരെ പ്രാർത്ഥിക്കണം. അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ആരും കൊടുക്കരുത് കേട്ടോ. അനേകരും ശല്യമൊഴിയുവാൻ കൊടുക്കുന്നത് പോലെയാണ് കൊടുക്കുന്നത്. അല്ല എങ്കിൽ പുണ്യം കിട്ടുവാൻ. അതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടെ പറയുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉത്തരവാദിത്വമായി നാം അത് കാണുമ്പോൾ അത് വളരെ വ്യത്യസ്തമായൊരു നിലവാരത്തിലായിരിക്കും നാം കൊടുക്കുന്നത്. പിന്നെ പറയുന്നു, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. തിരുവചനത്തിലെ ശ്രദ്ധേയമായ വാക്യങ്ങളിൽ ഒന്നത്ര ഇത്. ഞാനിത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പ്രാവർത്തികമാക്കാവുന്ന മാറ്റമില്ലാത്ത ഒരു പ്രമാണമത്ര ഇത്. കൃഷിയിൽ നാം നെൽവിത്ത് വിതച്ചാൽ നെല്ല് കൊയ്യും,
പയറ് വിതച്ചാൽ പയറ് കൊയ്യും, എള്ളു വിതച്ചാൽ എള്ളു തന്നെ കൊയ്യും. ധാർമ്മികമായ നിലയിലും നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് വിതയ്ക്കുവാൻ പുറപ്പെട്ട ഒരുവൻ്റെ ദൃഷ്ടാന്തം പറയുന്നു. കൊയ്യുവാൻ പോയ ഒരു കൊയ്ത്തുകാരനെക്കുറിച്ചും നമ്മുടെ കർത്താവ് പറയുന്നു. ഒരിക്കലൊരു സുവിശേഷകൻ ജയിൽ സന്ദർശിക്കുകയായിരുന്നു. ഒരു പ്രത്യേക സെല്ലിൽ ഒരു തടവുകാരൻ ഇരുന്നു കൊണ്ട് അയാളുടെ ജയിലിലെ യൂണിഫോം കീറിയ ഇടം സൂചിയും നൂലും ഉപയോഗിച്ച് ഇങ്ങനെ തയ്ക്കുന്നത് കണ്ടു. ഈ തടവുകാരനുമായി സംസാരം ആരംഭിക്കുവാൻ വേണ്ടി സുവിശേഷകൻ ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? തയ്ക്കുകയാണോ? തടവുകാരൻ തലയുയർത്തി നോക്കിയിട്ട് പെട്ടെന്ന് മറുപടി പറഞ്ഞു, അല്ല, കൊയ്യുകയാണ്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രമാണം മാറ്റമില്ലാത്തതാണ്, ഭേദഗതി ചെയ്യാൻ കഴിയാത്തതാണ്. പരിവർത്തനം ചെയ്യുവാനോ അസാധുവാക്കുവാനോ സാധിക്കാത്ത സത്യമാകുന്നു. അതിൻ്റെ വള്ളിക്ക് പോലും മാറ്റം വരുത്തുവാൻ കഴിയില്ല. അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമായ യാഥാർത്ഥ്യമാകുന്നു താനും. താങ്കൾ ഗോതമ്പ് വിതച്ചിട്ട് ഗോതമ്പ് തന്നെ കൊയ്യും, അല്ലാതെ ഉഴുന്നു കൊയ്യാമെന്ന് ചിന്തിക്കരുത്. മത്തയുടെ വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ വള്ളി പോകുന്ന ദൂരം ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ ചുവട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലത്തിൽ പോയാലും അതിന്മേൽ പാവയ്ക്ക ഉണ്ടാകുന്ന അബദ്ധം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും ദൂരത്തിലല്ലേ, അതുകൊണ്ട് മറ്റു വല്ലതും കായ്ക്കും എന്ന് ചിന്തിക്കുവാനും നമുക്ക് കഴിയില്ല. ഈജിപ്തിലെ കല്ലറകളിൽ നിന്നും കണ്ടെടുത്ത ഗോതമ്പ് 5000 വർഷം വരെ പഴക്കമുള്ളതാകുന്നു എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി കൊണ്ട് വ്യക്തമാണ്. ഇപ്പോൾ അത് കണ്ടെടുത്തപ്പോൾ ഗവേഷകർ അത് വിതച്ചു നോക്കി. നിങ്ങൾക്ക് കേൾക്കണമോ? ആ മുതുമുത്തശ്ശിമാരായ ഗോതമ്പ് മണികൾ തങ്ങൾ ആരാകുന്നു എന്നുള്ള വസ്തുത മറന്നുപോയില്ല. രസമായിരിക്കുന്നില്ലേ? അവ ഗോതമ്പായി വളർന്നു, ഗോതമ്പ് തന്നെ വിളഞ്ഞു. താങ്കൾ വിതയ്ക്കുന്നതെന്തോ അത് തന്നെ കൊയ്യും. അതിനൊരിക്കലും മാറ്റമുണ്ടാകുകയില്ല സുഹൃത്തെ. ഈ പ്രമാണത്തെ വ്യക്തമാക്കുന്ന അനേകം വ്യക്തികളെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരിൽ ഒരാൾ യാക്കോബാണ്, പഴയ നിയമത്തിലെ യാക്കോബ്. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് തൻ്റെ പിതാവ് ഇസഹാക്കിനെ കബളിപ്പിച്ചു. മൂത്ത പുത്രന്മാർക്ക് കൊടുത്തിരുന്ന അനുഗ്രഹം ഇളയവനായ തനിക്ക് ലഭിക്കേണ്ടതിന് മൂത്ത മകനായ ഏശാവിനെ പോലെ ആകുന്നു എന്ന് കാണിക്കുവാൻ അവൻ ആട്ടിൻ തോല് ധരിച്ചു. പിതാവിനെ കബളിപ്പിച്ചതിന് ശേഷം യാക്കോബ് ഓടിപ്പോയി തൻ്റെ അമ്മാവനായ ലാബാൻ്റെ വീട്ടിൽ വളരെ വർഷങ്ങൾ പാർത്തു. തൻ്റെ പിതാവിനെ കബളിപ്പിച്ചതിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്നും ഇനിയും ദൈവം അതോർത്ത് അവനെ ശിക്ഷിക്കുവാൻ പോകുന്നില്ല എന്നൊക്കെ യാക്കോബ് ധരിച്ചു കാണും. എന്നാൽ നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് ദൈവം അരുളി ചെയ്തത് ഓർക്കുക. ആ പ്രമാണം എന്നും അതുപോലെ സത്യമാണ്. അതുപോലെ എന്തെങ്കിലും കൊയ്യുമെന്നല്ല, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണ്. യാക്കോബിന് എന്താണ് സംഭവിച്ചത്? അവൻ ലാബാൻ്റെ ഇളയ മകളായ റാഹേലിനെ സ്നേഹിച്ചു. അവൾക്ക് വേണ്ടി അവൻ ലാബാനെ നീണ്ട 7 വർഷങ്ങൾ സേവിച്ചു. ഒടുവിൽ ആ ദിവസം വന്നു, വിവാഹ ദിവസം. വിവാഹമൊക്കെ കഴിഞ്ഞ് യാക്കോബ് മണവാട്ടിയുടെ മൂടുപടം ഉയർത്തി മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി അവൻ അറിഞ്ഞത്. താൻ സ്നേഹിച്ച റാഹേലിനെ അല്ല, ലാബാൻ്റെ മൂത്തപുത്രിയായ ലേയയാണ് അവന് ലഭിച്ചത്. ഞാൻ ചിന്തിക്കുന്നത് യാക്കോബ് തൻ്റെ മധുവിധുവിൽ ഒരു 1-ാം പാഠം പഠിച്ചു എന്നത്രേ. ഇളയ മകനായിരിക്കെ മൂത്തവൻ എന്ന് അപ്പനെ ധരിപ്പിക്കുവാൻ അവനൊരു ശ്രമം നടത്തി. ഇപ്പോൾ ഇതാ അവൻ്റെ അമ്മാവൻ അവന് മൂത്തപുത്രിയായ ലേയയെ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ തനിക്ക് ലഭിക്കുന്നത് ഇളയവളെ ആകുന്നു എന്നത്ര യാക്കോബ് കരുതിയിരുന്നത്. അതായിരുന്നു അവർ തമ്മിലുള്ള ധാരണയും. അതെ, വിതച്ചത് കൊയ്തേയൊക്കൂ. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നാം ദുഷ്ടനായ ആഹാബ് രാജാവിനെക്കുറിച്ചും അതിനേക്കാൾ ദുഷ്ടയായ ഇസബേലിനെക്കുറിച്ചും വായിക്കുന്നുണ്ട്. അവൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈയടക്കുവാൻ ഉപയോഗിച്ച തന്ത്രം അവിടെ വിവരിക്കുന്നു. ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിച്ചു. എന്നാൽ അത് വിൽക്കുവാൻ നാബോത്തിന് ഒരു ചിന്തയുമില്ലായിരുന്നു. ആഹാബും ഈസബേലും രാജാവും രാജ്ഞിയുമായിരുന്നതിനാൽ തങ്ങൾക്ക് തോന്നിയതൊക്കെ അവർ എങ്ങനെയെങ്കിലും കൈയടക്കാമായിരുന്നല്ലോ. ഇങ്ങനത്തെ ഭരണകർത്താക്കൾ ഒരു ശാപമാണല്ലേ. ഈ
ഇസബേലിൻ്റെ കുതന്ത്രത്താൽ നാബോത്ത് കൊല്ലപ്പെടുകയും ആഹാബിൻ്റെ അത്യാഗ്രഹം സാധിക്കുകയും ചെയ്തു. അവർ ചിന്തിച്ചത് തങ്ങൾ അധികാരസ്ഥാനത്തല്ലേ, അതുകൊണ്ട് തങ്ങളോട് ആര് ചോദിക്കാനാണ്, തങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന്. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് ദൈവിക അരുളപ്പാടുമായി കൊട്ടാരത്തിലേക്ക് വരുന്നു. അവൻ പറഞ്ഞു, 19 വാക്യം, 1 രാജാക്കന്മാർ 21:19, നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്തു വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. പിന്നീട് ആഹാബിന് യുദ്ധത്തിൽ മുറിവേറ്റു. തന്നെ പടയിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുവാൻ അവൻ തൻ്റെ രഥനായകനോട് പറഞ്ഞു. അവൻ്റെ മുറിവിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി രഥത്തിൽ വീണു. യുദ്ധത്തിന് ശേഷം അവർ അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കുളത്തിൽ രഥം കഴുകി. അപ്പോൾ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. ഇതുപോലെ 100 അനുഭവങ്ങൾ പറയുവാൻ സാധിക്കും സുഹൃത്തെ. ഒരിക്കൽ ഒരു പിതാവ് ആശ്വസിക്കുന്നത് കേട്ടു. ഒന്നുമായില്ല, ഞാൻ എൻ്റെ അപ്പനോട് ചെയ്തതിനത്രയും എനിക്ക് കിട്ടിയില്ല എന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വഞ്ചനപ്പെടരുത്. ദൈവത്തെ പരിഹസിക്കുക സാധ്യമല്ല. താങ്കൾ തെറ്റുകൊണ്ട് രക്ഷപ്പെടും എന്ന് ചിന്തിക്കരുത്. പ്രത്യേകിച്ച് മനഃപൂർവ്വം ചെയ്ത തെറ്റുകൾ. ന്യായീകരണം കളഞ്ഞ് ശരിയായ പാതയിലേക്ക് വരൂ സുഹൃത്തെ. അതാണ് നന്മ, അതാണ് അനുഗ്രഹം. അത് മാത്രമേ താങ്കൾക്ക് സന്തോഷം തരൂ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരെ കബളിപ്പിച്ചും മറ്റുള്ളവരെ ദ്രോഹിച്ചും ഇന്ന് താങ്കൾ സന്തോഷിക്കുന്നുണ്ടാകും, സുഖസമൃദ്ധിയിൽ കഴിയുന്നുണ്ടാകും. മറക്കരുത്, ഇതിനു മുഴുവൻ താങ്കൾ പകരം കൊടുക്കേണ്ടി വരും. ഞാൻ 80 90 അനുദപിച്ചങ്ങ് ശരിയായിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നരകം ഇവിടെ തന്നെ അനുഭവിക്കുന്നതിന് അധികം സമയം വേണ്ടി വരില്ല. എന്നെ ശ്രദ്ധിക്കുന്ന യുവജനങ്ങൾ ഈ പ്രമാണത്തിലെ സത്യം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. പലരും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാണ്. അനേകരും എളുപ്പത്തിലുള്ള ഉത്തരവാദിത്വം എടുക്കേണ്ടാത്തതായ ലൈംഗിക ബന്ധങ്ങളിൽ ആസക്തരായി തങ്ങളെ തന്നെ സംതൃപ്തരാക്കുവാൻ ശ്രമിക്കുകയാണ്. തങ്ങൾ വിതച്ചതിൻ്റെ ഫലം ഒരു കൂട്ടർ കൊയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. എയ്ഡ്സ് നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത് ഭയാനകമാം വിധത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിച്ചു വീഴുവാൻ പോകുന്നു എന്ന് ലോകം മുഴുവൻ നമ്മുടെ ദേശത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ തന്നെ തുടരുവാനാണ് അനേകരും ആഗ്രഹിക്കുന്നത്. മാനസിക നില തെറ്റിയവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ട്? ദൈവം അരുളി ചെയ്യുന്നത് നിങ്ങൾ പാപം കൊണ്ട് രക്ഷപ്പെടില്ല എന്നത്രേ. എത്ര ഗുളിക കഴിച്ചാലും പാപം കൊണ്ട് താങ്കൾ രക്ഷപ്പെടില്ല. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. താങ്കൾ വിതച്ചത് കൊയ്യുക തന്നെ ചെയ്യും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തെ പരിഹസിച്ചുകൂടാ. നിങ്ങൾ ചോളം വിതച്ചാൽ ചോളം കൊയ്യും, നിങ്ങൾ പാപം വിതച്ചാൽ അത് തന്നെ നിങ്ങൾ കൊയ്യും. ആരെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം, ഞാൻ മാനസാന്തരപ്പെട്ടല്ലോ എന്ന്. അത് വലിയ കാര്യം തന്നെ. എന്നാൽ താങ്കൾക്ക് ശമ്പളം തരുന്നൊരു ദിവസം ഉണ്ടാകും. താങ്കൾ വിതച്ചത് കൊയ്യണമെന്നുള്ളത് പ്രകൃതിയുടെ പ്രമാണമല്ലേ? യാക്കോബ് വിതച്ചത് ആയുഷ്കാലം മുഴുവൻ കൊയ്തു. 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യും. നിത്യജീവനെ കൊയ്യുക എന്നത് ഈ ആയുസ്സിൽ ആത്മാവിൻ്റെ ഫലവും മഹത്വകരമായ ഭാവിയും കാണിക്കുന്നതത്രേ. തൻ്റെ സ്വന്തമായവരെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരുന്നതിൻ്റെ ആ അവസ്ഥ, അതിനെ വളരെ ഭയത്തോടെ വേണം പലരും കാണേണ്ടതെന്നത്ര എൻ്റെ അഭിപ്രായം. അപ്പോഴാണ് നാം ജഡത്തിലിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളവയ്ക്ക് നാം കർത്താവിൻ്റെ ന്യായാസനത്തിങ്കൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകും.
എന്നാൽ ജീവിതത്തിൻ്റെ ഒരു കണക്ക് അന്ന് നൽകുന്നത് എത്ര ബുദ്ധിമുട്ടോടെ ആയിരിക്കും. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ അവൻ്റെ വരവിങ്കൽ ലജ്ജിതരാകുവാൻ സാധ്യതയുണ്ട് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 2:28 ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജഡത്തിൽ വസിക്കുവാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ കാര്യങ്ങളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. താങ്കളുടെ രക്ഷ നഷ്ടപ്പെടും എന്ന അർത്ഥത്തിലല്ല അങ്ങനെ പറയുന്നത്. പിന്നെയോ താങ്കളുടെ പ്രതിഫലം നഷ്ടപ്പെടും എന്നാണ് അർത്ഥം. അത് സംഭവിച്ചാൽ ആ ദിവസം നിങ്ങൾ ലജ്ജിക്കും, ദുഃഖിക്കും. നാം ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഓരോന്നും ഏതു വിധത്തിലാണെന്ന് ശോധന ചെയ്യണം. ജഡത്തിലാകുന്നുവോ അതോ ആത്മാവിലാകുന്നുവോ? ഈ വാക്യങ്ങളിൽ ഒരു പൊതുപ്രമാണം പൗലോസ് നമ്മോട് പറയുന്നുണ്ട് എന്നത് മാത്രമല്ല, 6-ാം വാക്യത്തിൽ നാം കണ്ട വലിയ ഒരു ആജ്ഞയെ ചുറ്റിപ്പറ്റിയാണ് ഈ പൊതുപ്രമാണം പറഞ്ഞിരിക്കുന്നതെന്നും മറക്കരുത്. ഇവിടെ നാം കണ്ടത് വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നത്രേ. ഇത് പലപ്പോഴും ഭൗതികമായി മാത്രം ചിന്തിക്കുന്നതിനാൽ കൊടുക്കുവാൻ വിശ്വാസികൾക്കും വാങ്ങുവാൻ ശുശ്രൂഷകർക്കും ബുദ്ധിമുട്ടാകുന്നു. സുവിശേഷ വേലയ്ക്ക് പണം കൊടുക്കണം, സുവിശേഷകരെ നാം അയക്കണം എന്നൊക്കെ പറയുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അത് ഭൗമികമായൊരു കാര്യമാണ്. ആത്മീക ശുശ്രൂഷ മാത്രം നാം ചെയ്താൽ മതി എന്നാണ് പലരും വാദിക്കുന്നത്. അത് ആത്മീകമല്ല എന്നത്രേ അനേകരും കരുതുന്നത്. അത് വികലമായൊരു ചിന്തയാകുന്നു എന്ന് മറക്കരുത്. ഈ ആജ്ഞയ്ക്ക് പിൻപിൽ ഒരു വലിയ ആത്മീക തത്വമുണ്ട്. വിശ്വാസികളോട് ദൈവം അരുളി ചെയ്യുന്നത് പൂർണ്ണസമയ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറേണ്ടതിന് നിങ്ങൾ വെറുതെ അങ്ങ് കൊടുക്കണമെന്നല്ല, പിന്നെയോ കൊടുക്കുന്ന ആളിന് ഈ പറഞ്ഞതിനേക്കാൾ വലിയ അനുഗ്രഹം ലഭിക്കണം. അതത്രേ 7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിനത്രേ ഈ അടിസ്ഥാന പ്രമാണമായ വിതയും കൊയ്ത്തും പൗലോസ് പറയുന്നത്. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളതിന് സംശയമില്ല. അല്ല എങ്കിൽ ആകെ ചിന്താക്കുഴപ്പവും ബഹളവുമാകുമല്ലോ. എന്നാൽ നാം വിതയ്ക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യത്തിൽ നാം സൂക്ഷിക്കുവാനാണ് ദൈവം ഇവിടെ പറയുന്നത്. ആ തത്വമാണ് പൗലോസ് ഇവിടെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഭൗതിക സമ്പത്തിനെ പൗലോസ് വിത്തായിട്ടാണ് കാണുന്നത്. അവൻ അത് വിതയ്ക്കുവാൻ കഴിയുന്ന 2 വിധത്തിലുള്ള മണ്ണും കാണുന്നു, ജഡവും ആത്മാവും. ജഡത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്കുള്ള വകകൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ആത്മാവിനുള്ള കാര്യങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഒരിക്കൽ വിതച്ചു കഴിഞ്ഞാൽ നാം കൊയ്ത്തിന് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. ജഡത്തിൽ വിതയ്ക്കുന്ന പണം നാശമാണ് കൊയ്യുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ പണം പോയത് തന്നെ, അതൊരിക്കലും തിരികെ പ്രാപിക്കുവാൻ സാധ്യമല്ല. ആത്മാവിൽ വിതച്ച പണം, അതെ ദൈവവചനം പഠിപ്പിക്കുന്നവരെ സഹായിക്കുവാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ളത്, ജീവൻ ഉൽപ്പാദിപ്പിക്കും. ആ കൊയ്ത്തിൽ നിന്നും വീണ്ടും വീണ്ടും വിതയ്ക്കുവാൻ കഴിയുന്ന വിത്ത് ലഭിക്കും. അങ്ങനെ അത് നിത്യത വരെ തുടരുകയും ചെയ്യും. മനസ്സിലായല്ലോ? ജഡത്തിൽ നാം വിതച്ചത് നാശം, അതൊരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നത്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം നൽകുന്നത്, അത് കൂടുതൽ കൂടുതൽ ഫലമുണ്ടാക്കും. ഓരോ വിശ്വാസിയും തനിക്കുള്ള ഭൗതിക സമ്പത്തിനെ വിത്തായി കണ്ട് അതിനെ ശരിയാവണ്ണം വിതച്ചെന്നാൽ കർത്താവിൻ്റെ വേലയിൽ ഒരു കുറവും ഉണ്ടാകുമായിരുന്നില്ല. വളരെയേറെ വിത്ത് ജഡികമായിട്ടുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് പാഴാക്കി കളയുന്നു. അതൊരിക്കലും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതാകില്ല. അതത്രേ ഇവിടുത്തെ ചിന്ത. എത്ര മഹത്വകരമായിരിക്കുന്നു ഇവിടുത്തെ ചിന്തയില്ലേ? ഈ വിഷയം നമുക്കൊരു വലിയ പാഠമായിരിക്കേണ്ടതുണ്ട്. സുവിശേഷം എത്തിക്കുന്നതിനും വിശ്വാസികളുടെ വളർച്ചയ്ക്കും ഉതകുന്ന ശുശ്രൂഷകൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നാം ദൈവനാമ മഹത്വത്തിനായി കൊടുക്കുന്നുള്ളൂ. അതാണ് ആത്മാവിൽ വിതയ്ക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശല്യമൊഴിയുവാനും എനിക്ക് കൂടുതൽ സമ്പത്തുണ്ടാകുവാനും കൊടുക്കുന്നത് ജഡത്തിലാകുന്നെന്ന് മറക്കരുത്. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടില്ല, അത് നാശം കൊയ്യുവാൻ മാത്രമേ ഉപകരിക്കൂ. ഈ കാര്യത്തിൽ ദൈവമക്കൾ അധികം വിവേചനാശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായല്ലോ? ഇന്ന് സുവിശേഷ വേല വളരെയേറെ വാണിജ്യവൽക്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരെങ്കിൽ വിജയിച്ചു. പലപ്പോഴും അനേകരും ഒരു തരം
അന്ധന്മാരെ പോലെയാണ് കൊടുക്കുന്നത്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അല്പം ഭക്തി നടിച്ചെന്നാൽ പിന്നെ അടക്കമില്ല. എല്ലാം വാരിക്കോരി കൊടുക്കുവാൻ നാം ശ്രമിക്കും. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുകയും സുവിശേഷ വേല ശരിയാവണ്ണം ചെയ്യുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് നാം അവരെയാണ് സഹായിക്കേണ്ടത്. അതുമാത്രമേ ജീവൻ ഉൽപ്പാദിപ്പിക്കൂ. ദൈവവേല ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്നവരെ അപ്പാടെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ അവസരമുണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആത്മീയ വർധന വരുത്തുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം സത്യസന്ധമായി പറഞ്ഞു തരുവാൻ കഴിവില്ലാത്തവരെ സഹായിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അത് കഴിയുന്നവരെ നിങ്ങൾ വളരെയേറെ സ്നേഹത്തോടെ സഹായിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വചനം തന്നെ നമ്മെ വളരെ കൃത്യമായും വ്യക്തമായും പഠിപ്പിച്ചൊരു ഭാഗമാണല്ലോ അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.